നജീബ് കാന്തപുരം. പ്രാവശ്യം നജീബ് കാന്തപുരത്തിനെതിരായിരിക്കും ജനവിധി എന്നാണ് നമ്മളെ അഭിപ്രായം. ഇവിടെ സാധ്യത UDF-നാണ്. ശരിക്കും അവിടെ ജയിക്കുകയാണെങ്കിൽ ഈ ഭാഗം ഏറ്റവും കൂടുതൽ വോട്ടുണ്ടാവുക, പിന്നെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാവും ഏറ്റവും കൂടുതൽ. എന്താ ഹനീഫ് എന്തോ നല്ല ടൈറ്റ് ആന സാധ്യത. മറ്റു മണ്ഡലങ്ങളിൽ കാണാത്ത രൂപത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 100% നജീബ് വിജയിച്ച MLA ആവും, യാതൊരു സംശയമില്ല. ഇവിടെ ഇപ്പൊ പാണക്കാട് തങ്ങളിൽ നിന്ന് ഇപ്പൊ മുരിങ്ങാക്കോല് കുത്തി പറയാടിച്ച ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുക പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ജയിക്കും. മുഹമ്മദ് ഹനീഫ് ജയിച്ചും പെരുന്നമണ്ണയില്. നജീബ് തോൽക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശ പ്രചരണ ഗോത ഓരോ ദിവസം കൂടുന്തോറും സജീവമാവുകയാണ്. ജനമനസ്സുകളുടെ അഭിപ്രായം തേടി ഇന്ന് ചാനട്ടൻ എത്തി നിൽക്കുന്നത് ആലിപ്പറമ്പിലാണ്. ആലിപ്പറമ്പിലെ ജനത പ്രതികരിക്കുന്നു. പെരിന്തൽമണ്ണയുടെ ഹൃദയത്തിൽ ആരെന്ന്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ ചൂട്? എന്താണ് പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ കാലാവസ്ഥ? രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടുത്തെ വികസനത്തിന്റെ നോക്കിയാലേ, ഈ റോഡ് ഇപ്പൊ ആലിപ്പറമ്പ് പോണ റോഡൊക്കെ ൂപ്പിയാക്കാർ 10-15 കൊല്ലം ഭരിച്ചു, അലിക്കാക്ക 10 കൊല്ലം ഭരിച്ചു, ഇയാൾ 5 കൊല്ലം ഇപ്പോഴും പരിപൂർണമായിട്ടില്ല. അതിന്റെ പേരിലൊക്കെ വികസനമൊക്കെ വളരെ മോശമാണ് വന്നിട്ടുള്ളത്. അതിന്റെ പേരിൽ ഇപ്രാവശ്യം നജീബ് കാന്തപുരത്തിനെതിരായിരിക്കും ജനവിധി എന്നാണ് നമ്മളെ അഭിപ്രായം. ഇവിടെ സാധ്യത UDF-നാണ്. മെയിൻ റോഡാണ് ഇവിടെ. പിന്നെ ബസ്സുകള് 2 ബസ് സിമ്പിളായിട്ട് സൈഡ് കൊടുത്ത് പോയി കയറുന്നതൊക്കെ റോഡ് ഇറക്കിയിട്ടും റോഡ് കയറ്റിയിട്ടും അങ്ങനെ റോഡും വീതിയില്ല. റോഡിന്റെ കാര്യത്തിൽ ആരും റെഡിയില്ല. ശരിക്കും അവിടെ ജയിക്കുകയാണെങ്കിൽ ഈ ഭാഗം ഏറ്റവും കൂടുതൽ വോട്ടുണ്ടാവുക, പിന്നെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാവും ഏറ്റവും കൂടുതൽ. എന്താ ഹനീഫ് എന്തോ മൂപ്പേർക്ക് മാത്രമേ വോട്ടുണ്ടാവുള്ളൂ. കാരണം ഇവിടെ ബ്ലോക്കും ജില്ലയും മറ്റും മറിച്ചും ഇതൊക്കെ ഭരിക്കണ അവരൊക്കെ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് നേരേക്കൽ എന്നോ കഴിഞ്ഞു. ഒന്നും പറയാനില്ല. നമ്മുടെ ഹനീഫാണ് മെയിനായിട്ട് ഇവിടെ ആലിപ്പറമ്പ് ആ പെരിന്തൽമണ്ണ ഭാഗത്ത് ജയിക്കുക ആള്. നജീബ് കാന്തപുരം ജയിക്കും. ഇവിടെ വികസനമൊക്കെ നല്ല കൊടുക്കും നജീബ് കാന്തപുരം. അതായത് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഇതല്ലേ IAS ഇതൊക്കെ കൊടുക്കുന്നില്ലേ. നജീബ് കാന്തപുരം ജയിക്കുക എന്നാണ് ആഗ്രഹം. ജയിക്കുകയും ചെയ്യും. ഇവിടെ കാലാകാലമായിട്ട് ലീഗാണ്. UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം 24 വോട്ടിനോ എത്ര ചില്ലറക്കാണ് ജയിച്ച്. ഇക്കുറി എന്തായാലും ടൈറ്റ് മത്സരമാവും. ഏകദേശം 2 വോട്ടും നല്ല ടൈറ്റ് ആന സാധ്യത. അനീഫൊക്കെ ജയിച്ച് കിട്ടിയിട്ടുണ്ട് വെച്ചാല് നമുക്ക് നല്ല സംഭവമുണ്ട്. പെരിന്തൽമണ്ണ മണ്ഡലത്തില് നിലവില് സിറ്റിംഗ് MLA നജീബ് കാന്തപുരം തന്നെ വിജയിക്കാനാണ് 100% സാധ്യത. കാരണം വളരെയധികം വികസന പ്രവർത്തനങ്ങൾ, നാട്ടിലെ ഒരു പ്രത്യേകതരം വികസന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളെയും അതേമാതിരി യുവതികളെയും സ്ത്രീകളൊക്കെ നല്ല രീതിയിൽ അവർക്കൊരു മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മറ്റു മണ്ഡലങ്ങളിൽ കാണാത്ത രൂപത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 100% നജീബ് വിജയിച്ച MLA ആവും, യാതൊരു സംശയമില്ല. ഇവിടെ ഇപ്പൊ എന്താ എല്ലാ കൊല്ലവും പാല തവണ ജയിക്കണെച്ചാ ഓല് ജയിക്കണ്ടാവും. കാരണം ഇത് മലപ്പുറം ജില്ലയിൽ പോയില്ലേ. ഇവിടെ ഇപ്പൊ പാണക്കാട് തങ്ങളിൽ നിന്ന് ഇപ്പൊ മുരിങ്ങാക്കോല് കുത്തി പറയാടിച്ച ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുക പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ജയിക്കുക. കാരണം പെണ്ണുങ്ങളെ പൂതി പാണക്കാട് എന്ന് പറഞ്ഞൊരു ഓളി ഇതല്ലേ. അപ്പൊ ആ രീതിയിൽ എല്ലാവരും അങ്ങനെ കൊണ്ടുപോയി കുത്തും. ഏത് കാലത്തും ഇവിടെ ലീഗ് ജയിക്കുന്നുണ്ട്. അതിനൊരു മാറ്റം വരണം കൂടി, അത്രേ ഉള്ളൂ. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി ഒരു മാറ്റം വരും എന്ന് വിചാരിക്കും. പെരിന്തൽമണ്ണയിൽ എന്താ നിലവില് നജീബ് കാന്തപുരത്തിനാണ് ഇവിടെ മുൻതൂക്കം. മൂപ്പരെ നല്ല വികസന കാഴ്ചപ്പാടും പിന്നെ പൊതുവെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഇവരെ അംഗീകരിക്കേണ്ട തന്നെയാണ്. അപ്പൊ ഇവിടെ മൊത്തത്തില് നജീബ് കാന്തപുരത്തിന് തന്നെയാണ് മുൻതൂക്കം. ഹനീഫനെ കൊള്ളുവിടെ ഉറപ്പാണ്. വിട്ടുവീഴ്ചയില്ല. 100% ഒരു മാറ്റം ഇവിടെ വേണം. ഇവിടെ ഇന്നേ വരെ ആര് ജയിച്ചാലും ഒരു വികസന ലീഗിന്റെ ജയിച്ചിട്ടുണ്ടായിട്ടില്ല. നജീബ് ജയിക്കാൻ ചാൻസ് ടൈറ്റ് ഒന്നുമില്ല. പ്രാവശ്യം 1 വർഷം കൂടുന്നൊക്കെ തോന്നുന്നു. ഇവിടെ അനീഫ ജയിക്കുന്നാണ് കരുതുന്നത്. നജീബ് കാന്തപുരം. മുഹമ്മദ് ഹനീഫ് ജയിച്ചും പെരുന്നമണ്ണയില്. നജീബ് തോൽക്കും. നജീബ് ജയിക്കും. 1 വർഷം പറയാൻ പറ്റില്ല, ജയിക്കും. മുഹമ്മദ് ഹനീഫൻ വിജയിക്കും. കാരണം ഇവിടുന്ന് ഹൈസ്കൂൾ കുന്ന് വരെ ഒരു ഓട്ടോറിക്ഷക്ക് പോലും നേരെ പോകാൻ പറ്റില്ല. നമ്മളൊക്കെ ഓട്ടോറിക്ഷൻ്റെ ജീവിക്കുന്ന മനുഷ്യന്മാരാ. ആ റോഡിന്റെ പേര് പറഞ്ഞിട്ടപ്പോ നിൽക്കണം. ആ റോഡ് MLA കൊടുക്കുന്നതല്ല, പഴയ MLA കൊടുക്കുന്നതല്ല. പിന്നിപ്പോ ഇവിടെ LDF സർക്കാർ കൊടുക്കുന്നതാണ് ഹോസ്പിറ്റല്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോ പ്രത്യക്ഷത്തിൽ കാണാനൊക്കെ ഒരു 5 മാസം ലേറ്റ് ഉണ്ട്, അതിനുള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് മുഹമ്മദ് ഹനീഫ് ജയിക്കും. ഇവിടെ ആര് ജയിച്ചാലും മതി. പള്ളിക്കുന്നത്ത് കാളികടവ് വരെ ഞങ്ങളൊരു ചിരകാല സ്വപ്നമാണ്. അത് നടപ്പിലാക്കി തന്നാൽ മതി. MLA ഇപ്പൊ എത്ര കാലം MLA ആവണം? ആ ഒരു കാര്യം മാത്രം കൂടെ ശരിയാവേണ്ടത്. ബാക്കി കുറെ ഒക്കെ റെഡിയായി. MLA ഈ ഉള്ള MLA വന്നാലും വെള്ളം ഇനി
അത് ഇനി പുതിയൊരു MLA വന്നിട്ടായാലും ഈ കാര്യം നേടി കിട്ടിയത് ആവശ്യം. നജീബ് കാന്തപുരം ജയിക്കും. കാരണം ഇവിടുത്തെ വികസനങ്ങൾ തന്നെ 5 കൊല്ലം ഉഷാറായിരുന്നു. അനുസരിച്ചുള്ള ഒരു വ്യക്തിനെന്ന് പറഞ്ഞാൽ അവിടെ പെരിന്തൽമണ്ണ പിന്നെന്താ ഒരു 20,000-ന് മുകളിൽ കൂട്ടിക്കോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശം ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ ചൂടേറുകയാണ്. ഇടത് വലത് മുന്നണികൾ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. മുന്നണികളുടെ ആത്മവിശ്വാസങ്ങൾക്കൊപ്പം കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ആലിപ്പറമ്പിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.